എനിക്ക് ത്രൈവ് മീഡിയയായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ കാര്യം സക്സസ് ആയിട്ട് നടന്ന താൻ എനിക്കൊരു പാർട്ടി തന്നേ പറ്റൂ. ഏത് വിധേനയും ശ്രീലക്ഷ്മിയെ വീഴ്ത്തുക എന്ന ഉദ്ദേശത്തോടെ റോഷൻ ഒരുക്കിയ തന്ത്രങ്ങൾ വിജയിക്കുമോ? ത്രൈവ് മീഡിയ എന്ന ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന മീഡിയ കമ്പനിയുമായി കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ റോഷന് നല്ല അടുപ്പമായിരുന്നു. അവൻ വിചാരിച്ചാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് അവൾ കണക്കുകൂട്ടി. താൻ വിഷമിക്കണ്ട, എന്റെ ഫ്രണ്ടിന് ഞാനൊരു 100 കോടിയുടെ ഹെൽപ്പിംഗിലും ചെയ്തു തരണ്ടേ. എനിക്ക് ത്രൈവ് മീഡിയയായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ കാര്യം സക്സസ് ആയിട്ട് നടന്ന താൻ എനിക്കൊരു പാർട്ടി തന്നേ പറ്റൂ. ശ്രീലക്ഷ്മിയെ തന്റെ പരിധിയിൽ എത്തിക്കാൻ റോഷൻ ഒരുക്കിയ പ്ലാൻ ആയിരുന്നു അത്. റോഷൻ അവന്റെ പ്ലാൻ അനുസരിച്ച് ശ്രീലക്ഷ്മിയെ ത്രൈവ് മീഡിയയിലേക്ക് കൊണ്ടുപോയി. അവളെ അവന്റെ ബിസിനസ് പാർട്ണർ എന്ന രീതിയിലാണ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവനും ത്രൈവ് മീഡിയയുമായുള്ള ബന്ധം അവളെ ബോധ്യപ്പെടുത്തണമെന്ന ഒറ്റ ഉദ്ദേശമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ അതുവഴി തന്നിലേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. ശ്രീലക്ഷ്മി, കൺഗ്രാറ്റുലേഷൻസ്. ത്രൈവ് മീഡിയ നിങ്ങളുടെ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അവർക്ക് നിങ്ങളുടെ കോൺസെപ്റ്റും പ്ലാനും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായി. സോ ടുനൈറ്റ് പാർട്ടി. പാർട്ടിയുടെ പേരിൽ റോഷൻ ശ്രീലക്ഷ്മിയെ തന്റെ റിസോർട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് ശ്രീലക്ഷ്മി തന്റെ സുഹൃത്ത് ഗൗതമിയെ അവിടെ വെച്ച് കണ്ടത്. ഗൗതമിയെ കണ്ടതും അതൊരവസരമാക്കി അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടതിന്റെ സന്തോഷം അവർ പങ്കിട്ടു. പെട്ടെന്ന് തന്നെ അവരവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഗൗതമിയുടെ പെട്ടെന്നുള്ള വരവ് റോഷന്റെ പ്ലാൻ എല്ലാം തകർത്തു. ഗൗതമിയും ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. ശ്രീലക്ഷ്മി തന്റെ ഭർത്താവിന്റെ കൂടെ കഷ്ടപ്പെടുമ്പോൾ ഗൗതമിയുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഋഷിനെ വിവാഹം കഴിച്ചതിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ശ്രീലക്ഷ്മി ഗൗതമിയോട് തുറന്നു പറഞ്ഞു. ഇതെല്ലാം കേട്ട ഗൗതമിക്ക് ഒന്നും വിശ്വസിക്കാനായില്ല. അവൾ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു, അയാളുടെ ഫോട്ടോ ഉണ്ടോ? നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ച്. അവൻ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നീ നിന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ പോയത് വലിയ മണ്ടത്തരോ. എന്തായാലും ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഗൗതമി ആവശ്യപ്പെട്ടതുപോലെ ശ്രീലക്ഷ്മി അവൾക്ക് ഋഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടതും ഗൗതമിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വാട്ട്? ഇതാണ് നിന്റെ ഭർത്താവ്? സീരിയസ്ലി? ഓക്കെ, നീ ഒരു കാര്യം ചെയ്. നിനക്ക് നിന്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്നല്ലേ പറഞ്ഞേ? ആയിക്കോട്ടെ, ഞാൻ നിനക്കൊരു 100 കോടി രൂപ തരാം. വാട്ട്? യെസ്. ഞെട്ടൊന്നും വേണ്ട. പക്ഷെ പകരം നിനക്ക് ഇഷ്ടമല്ലാത്ത ഭർത്താവിനെ ഞാൻ വിവാഹം കഴിക്കും ശ്രീലക്ഷ്മി. ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. 100 രൂപ പോലും വിലയില്ലാത്ത ഋഷിനെ പോലെ ഒരാൾക്ക് വേണ്ടി 100 കോടി രൂപ ഒന്നും ആലോചിക്കുക കൂടി ചെയ്യാതെ തരാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഗൗതമി വച്ച് നീട്ടി ആ പണം കണ്ട് ഒരു നിമിഷം ശ്രീലക്ഷ്മി അവളോട് എന്ത് പറയണമെന്നറിയാതെ നിന്നു. ശ്രീലക്ഷ്മിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗൗതമി അവളോട് സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറയാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ആ പണം അവൾക്ക് ആവശ്യമായിരുന്നു. അവളുടെ മനസ്സിലൂടെ തന്റെ കഴിഞ്ഞുപോയ ജീവിതം മിന്നിമാഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി ഇഷ്ടമുള്ള ആഹാരം ഒരു നേരം കഴിക്കാൻ പോലും പൈസയില്ലാതെ ഋഷിൻ തെരുവിൽ അലയുകയായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അവൻ ശ്രീലക്ഷ്മിയെ കണ്ടുമുട്ടിയത്. അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. പക്ഷേ ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവയാനിക്ക് തന്റെ മകൾക്ക് ഋഷിനെ പോലെ ഒരു ദരിദ്രവാസിയുമായുള്ള ബന്ധം ഒരു തരത്തിലും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരവളെ ഏതു വിധത്തിലും ഇതിൽ നിന്ന് പിന്മാറുവാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവൾ ഋഷിൻ തന്നെയായിരിക്കും തന്റെ ഭർത്താവെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു.
തന്റെ അമ്മയുടെ മാനസിക പീഡനങ്ങളെല്ലാം സഹിച്ച് മതിയായിരുന്നു അപ്പോഴേക്കും ശ്രീലക്ഷ്മിക്ക്. അവൾ തന്റെ അമ്മയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഋഷിന്റെ കൂടെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. വിവാഹത്തിന് ശേഷം ശ്രീലക്ഷ്മി ഋഷിന് വേണ്ടി ഒരു വലിയ കമ്പനിയിൽ ജോലി ഏർപ്പാടാക്കി. പക്ഷേ അവനത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ജോലിക്ക് പോകാതെ ഋഷിൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെ ശ്രീലക്ഷ്മിക്കും അവളുടെ അമ്മ ദേവയാനിക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ പുകഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ദേവയാനി അമ്മയ്ക്ക് ഋഷിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. അവന്റെ ചില പെരുമാറ്റം അവർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ആരും കാണാതെ അവൻ എവിടേക്കോ പോകുന്നു, ലാപ്ടോപ്പിൽ നിന്ന് ആർക്കൊക്കെയോ ഇമെയിലുകൾ അയക്കുന്നു. അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുമ്പോൾ അവന് വ്യക്തമായ മറുപടിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 6 മാസമായപ്പോൾ തന്നെ താനെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന ചിന്ത ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങിയിരുന്നു. ശ്രീലക്ഷ്മിയും അമ്മയും തരം കിട്ടുമ്പോഴെല്ലാം ഋഷിനെ കളിയാക്കുന്നത് പതിവായി. അവിടുത്തെ ജോലികളെല്ലാം അവർ ഋഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഋഷിന് അവരുടെ ഈ പെരുമാറ്റം അപ്പോഴും ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഋഷിൻ ആരോടും ഒന്നും പറഞ്ഞതുമില്ല. നീ ആരാണ് ഇവിടുത്തെ രാജാവോ? ഒരു പണി ചെയ്ത് ഇവിടെ വന്നിരുന്ന് സുഖിക്കുകയാണല്ലേ? ചെന്ന് ബാത്റൂം കഴുക. ഒരു പണി പോലും ഇവന് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല. 1 രൂപ പോലും ഉണ്ടാക്കാനുള്ള കഴിവുമില്ല ഇവന്. ഇങ്ങനെ ഒരുത്തരാണല്ലോ എന്റെ മോക്ക് കിട്ടിയത്. ദേവയാനിയമ്മ പറഞ്ഞതിനൊന്നും മറുപടി പറയാതെ ഋഷിൻ ബാത്റൂം കഴുകാനായി പോയി. അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ ഋഷിൻ സാർ, ഇവിടെ എല്ലാം റെഡിയാണ്. ഞാനിവിടെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ വരാം. അവൻ ആ കോൾ കട്ട് ചെയ്തതിനു ശേഷം അവിടെ നിന്നും ആരും കാണാതെ പുറത്തേക്കിറങ്ങി. അപ്പോൾ മുഖം മറച്ചൊരാൾ അയാളുടെ കയ്യിലിരുന്ന ബോക്സ് അവന്റെ നേർക്ക് നീട്ടി. ഇവിടെ ഇങ്ങനെ വരുന്നോട്ട് സേഫ് അല്ല. ചിലർക്ക് സംശയമൊക്കെ തോന്നി തുടങ്ങി. താ വേഗം ചെല്ല്. ഇതും പറഞ്ഞുകൊണ്ട് ഋഷിൻ അയാളെ പറഞ്ഞുവിട്ടു. അവൻ ആ ബോക്സുമായി അകത്തേക്ക് കയറിയതും ആരത്? നീ കൊറേ നാളെ ഞങ്ങൾ പൊട്ടന്മാരാക്കിക്കൊണ്ട് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ശേഷം ശ്രീലക്ഷ്മി ഋഷിനെ ദേഷ്യത്തിൽ നോക്കി. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ റൂമിനുള്ളിലേക്ക് നടന്നു. ഹോ, രക്ഷപ്പെട്ടു. ബോക്സിനുള്ളിൽ എന്താണെന്ന് ആരോടും പറയേണ്ടി വന്നില്ലല്ലോ. ഋഷി കയ്യിലിരിക്കുന്ന ബോക്സിലേക്ക് സന്തോഷത്തോടെ നോക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീലക്ഷ്മി മേഘ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറികളിൽ ഒന്നായിരുന്നു മേഘ ജ്വല്ലറി. അതിനാൽ ശ്രീലക്ഷ്മി അടക്കം ഒട്ടനവധി ബിസിനസ്സുകാർക്ക് ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാനായി നന്നായി അണിഞ്ഞൊരുങ്ങാൻ ശ്രീലക്ഷ്മി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അമ്മേ, അമ്മേ, എന്താ മോളെ, നീ എവിടെ പോവാ? ഞാനേ നമ്മുടെ മേഘ ജ്വല്ലറി ഉണ്ടല്ലോ, ഇന്ന് അവരുടെ ഷോറൂമിന്റെ ഉദ്ഘാടനം. അവിടെ വരെ ഒന്ന് പോയിട്ട് വരാവേ. ഓ, പോയിട്ട് വാ മോളെ. ഈ സാരി നല്ല രസമല്ലേ? ആ, ശ്രീലു, ഞാനും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ വരണ്ട. നിന്റെ കൂടെ വന്നേ നാണം കെടാൻ എനിക്ക് വയ്യ. അത് മാത്രമല്ല, അവിടെ വലിയ VIPs വരുന്ന സ്ഥലമാ. നീ വന്നാൽ ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ അമ്മ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നും തന്റെ കാറുമായി പോയി. ഇതേ സമയം ഋഷിനാകട്ടെ ഉദ്ഘാടനത്തിന് പോകുവാനായി ബസ് കാത്തു നിന്നു. മേഘ ജ്വല്ലറി മുഴുവൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടതും ഋഷിൻ സ്വയം പറഞ്ഞു, വാവ്, അടിപൊളിയായിട്ടുണ്ടല്ലോ. വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്ത് ജ്വല്ലറിയുടെ അടുത്തേക്ക് ചെന്നതും അവിടെ സെക്യൂരിറ്റി അവനെ തടഞ്ഞു. ഇത് എങ്ങോട്ടാണോ ഇങ്ങനെ ഓടിക്കേറി പോകുന്നേ? ഇവിടെ ജ്വല്ലറി ഷോപ്പിന് ഉദ്ഘാടനം നടക്കാൻ പോവാ. അല്ലാതെ പിച്ചക്കാർക്കുള്ള അന്നദാനമൊന്നുമില്ല. മനുഷ്യന് മെനക്കെടുത്താനായിട്ട് ഇന്ന് പോടോ. അത്രയും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അവന്റെ കോളറിൽ പിടിച്ചു. അവൻ മറിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവനെ അവിടെ നിന്നും പിടിച്ചു മാറ്റി നിർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ഋഷിന്റെ അരികിലേക്ക് വന്നു. നീ ഇത് എന്ത് ഭാവിച്ച? എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നേ. ശ്രീലക്ഷ്മി ഋഷിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അപ്പോഴാണ് അവിടേക്ക് മേഘ ജ്വല്ലറിയുടെ ഓണർ മേഘ കാറിൽ വന്നത്. അവരെ കണ്ടപ്പോഴേക്കും അവിടെ നിന്നവരെല്ലാം സന്തുഷ്ടരായി. ഹായ് മാം. ഋഷിനടുത്തേക്കുള്ള മേഘയുടെ വരവ് കണ്ട ശ്രീലക്ഷ്മി ഞെട്ടി. ഹായ് ഋഷിൻ സർ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ പോലെ ഒരാളിന്റെ ചെറിയ കടയുടെ ഉദ്ഘാടനത്തിന് സർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് സർ. ശ്രീലക്ഷ്മി, താങ്ക് യു. എനിക്കറിയായിരുന്നു നീ ഋഷിൻ സാറിന്റെ വൈഫാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇൻവിറ്റേഷൻ അയച്ചത്. സാറിനെയും കൂട്ടി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്.
മേഘ പറഞ്ഞത് കേട്ടതും ഭൂമി പിളർന്ന് താഴേക്ക് പോയ അവസ്ഥയിലായിരുന്നു ശ്രീലക്ഷ്മി. ശരിക്കും ആരാണ് ഋഷിൻ? ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയാൻ തുടർന്ന് കേൾക്കൂ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.